ഒരു സിനിമ വലിയ വിജയം നേടിയാൽ എല്ലാവരും പറയും അത് മോഹൻലാലിൻ്റെ സിനിമ വിജയിച്ചു അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ സിനിമ വിജയിച്ചു എന്നൊക്കെ. എന്നാൽ അതിൻ്റെ പിന്നിൽ ആദ്യം ഓർക്കേണ്ടുന്ന ചില വിജയശില്പികൾ പലപ്പോഴും അറിയാതെ പോവുകയാണ് പുറത്ത്. അഥവാ അറിയുന്നവർ തന്നെ അത് പുറം ലോകത്തെ അറിയിക്കാനും ശ്രമിക്കാറില്ല. ഇതിപ്പോൾ പറയാൻ കാരണം നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടിയതിൻ്റെ ആവേശം UDF ക്യാമ്പുകളിൽ ഇതുവരെ സമാപിച്ചിട്ടില്ല. എല്ലാവരും പരസ്പരം സന്തോഷം പങ്കുവെക്കുകയും പുകഴ്ത്തുകയും നന്ദിയൊക്കെ പറയുകയും ചെയ്യുന്നത് തകൃതിയായി തന്നെ നടക്കുകയാണിപ്പോഴും. അതിനിടയിൽ എല്ലാവർക്കും വിട്ടുപോയ രണ്ട് മുഖങ്ങളുണ്ട്. ഈ വിജയത്തിൻ്റെ പിന്നിൽ എല്ലാവരും മറന്നുപോയ ആ രണ്ട് മുഖങ്ങൾ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് വളരെ മുൻപേ തന്നെ KPCC നിലമ്പൂർ ഇലക്ഷൻ്റെ ചുമതല നൽകിയ രണ്ടുപേർ, KPCC ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് PS സലീമും അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യനും. അതിൽ അഡ്വക്കേറ്റ് PS സലീമായിരുന്നു മലപ്പുറം ജില്ലയുടെ ചാർജ് കുറേ കാലമായി വഹിക്കുന്ന KPCC ജനറൽ സെക്രട്ടറി ആയി ഉണ്ടായിരുന്നത്. കോൺഗ്രസിൻ്റെ പഞ്ചായത്ത് കമ്മിറ്റിയെ നമുക്കറിയാം മണ്ഡലം കമ്മിറ്റി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അങ്ങനെ നിലമ്പൂരിൽ എല്ലാ മണ്ഡലങ്ങളിലും പോയി തെരഞ്ഞെടുപ്പിന് മുന്നേ അവലോകന യോഗങ്ങൾ നടത്തി പുതിയ വോട്ടർമാരെ ചേർക്കുന്നതിനും ഇലക്ഷന് വേണ്ടി ഓരോ ബൂത്തുകളും വളരെ നന്നായി സജീവമാക്കുന്നതിനുമായി നിരവധി ദിവസം നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച നേതാക്കളാണ് ഇവർ. ഈ നേതാക്കൾ ഉണ്ടാക്കിയ അടിത്തറയാണ് അവിടെ കണ്ടത്. ആ അടിത്തറയിലേക്കാണ് പിന്നീട് പാട്ടും കൂത്തും ആരവങ്ങളുമായി മറ്റെല്ലാ നേതാക്കളും കടന്നു വന്നത്. അതിൻ്റെ പിൻബലത്തിൽ തന്നെയാണ് എണ്ണയിട്ട യന്ത്രം പോലെ ആ നിലമ്പൂർ ചലിച്ചത്. ഈ നേതാക്കളിൽ നിന്നും പലരും പലതും പഠിക്കാനുണ്ട്. ഈ നേതാക്കൾ നിലമ്പൂരിൻ്റെ മണ്ണിൽ ഉഴുതുമറിക്കുമ്പോൾ അത് കോൺഗ്രസിനും UDFനും വിതക്കാനും കൊയ്യാനും വേണ്ടിയായിരുന്നു എന്ന് പോലും ആരും അറിഞ്ഞിരുന്നില്ല. ഒരു ക്യാമറയുടെ പിറകെയും പോകാതെ തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഒരു സോഷ്യൽ മീഡിയയിൽ പോലും തള്ളിമറിക്കാതെ നിസ്വാർത്ഥമായി പൂർത്തിയാക്കിയ രണ്ട് നേതാക്കൾ. ഇന്നലെ ഇത്രയും വലിയ ആരവങ്ങളും ആഘോഷങ്ങളിലും ഇവരും ഉണ്ടായിരുന്നു അതേ നിലമ്പൂരിൽ. ഇവരുടെ ഒന്നും പിന്നാലെ ഒരു ക്യാമറയും പോയിട്ടില്ല. നിലമ്പൂരിൽ താഴെത്തട്ടിൽ മുന്നണി സംവിധാനത്തെ തെരഞ്ഞെടുപ്പിനായി ഒരുക്കിയവർ, പാർട്ടി പ്രവർത്തകരെ ചലിപ്പിച്ചു വിട്ടവർ. എങ്കിലും ഇവർ അതിലൊന്നും വേവലാതിപ്പെടുന്നില്ല. ഇവർ ചുമതലയുള്ളിടത്ത് മാത്രമല്ല ജന്മനാട്ടിലും ഇങ്ങനെ തന്നെയാണ്. ഇതിൽ PS സലീം കോട്ടയം ജില്ലയിലെ നേതാവാണ്. പൂഞ്ഞാർ സീറ്റിൽ മത്സരിച്ചാൽ ഏറ്റവും അധികം വിജയസാധ്യതയുള്ള നേതാവായിട്ട് പോലും ഇന്നുവരെ സീറ്റിന് പിന്നാലെ പോയിട്ടില്ല. ചില നേതാക്കൾക്ക് വേണ്ടി മാറിക്കൊടുക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യനും. കണ്ണൂരിൻ്റെ കിഴക്കൻ മേഖലയിൽ പകരം വെക്കാനില്ലാത്ത കോൺഗ്രസ് നേതാവാണ് സോണി. 3.5 പതിറ്റാണ്ട് കാലം ഇരിക്കൂർ MLA ആയിരുന്ന KC ജോസഫ് അവിടെ നിന്ന് മാറുമ്പോൾ ആ നാട് തന്നെ പറഞ്ഞ പേരാണ് സോണി സെബാസ്റ്റ്യൻ്റേത്. പക്ഷേ അവസാനം പട്ടിക വരുമ്പോൾ ഉറച്ച സീറ്റിൽ അഡ്വക്കേറ്റ് സജീവ് ജോസഫിൻ്റെ പേര് വന്നു. അപ്പോഴും ഒരക്ഷരം മിണ്ടാതെ വേദന മനസ്സിലൊതുക്കി പരിഭവമില്ലാതെ പാർട്ടിക്ക് വേണ്ടി മാറി നിന്ന നേതാവാണ് സോണി സെബാസ്റ്റ്യൻ. അങ്ങനെയുള്ളവരുടെ കയ്യിൽ ചുമതല ഏൽപ്പിച്ചതാണ് കോൺഗ്രസ് നിലമ്പൂരിൽ ഉണ്ടാക്കിയ അടിത്തറ എന്ന് തന്നെ പറയേണ്ടി വരും. ഊതി വീർപ്പിച്ച ബലൂണുകൾ തുറന്ന് ജീപ്പിൽ പോലും പാറിപ്പറക്കുമ്പോൾ തിരശീലയുടെ പിന്നിലിരുന്ന് ചരട് വലിച്ച ഇവരാണ് യഥാർത്ഥ ഹീറോകൾ. ഇവരാണ് ആദ്യം മുതൽ തന്നെ VS ജോയിക്കും ആര്യാടൻ ഷൗക്കത്തിനും കരുത്തു നൽകിയവർ. ഏതായാലും വർത്തമാനകാല കേരളത്തിൽ കാപട്യം കൊണ്ടും അനധികൃതമായി സമ്പാദിച്ച കോടികളുടെ പിൻബലത്തിലും നാട് മുഴുവൻ പരസ്യം ചെയ്ത് ജനത്തെ പച്ചയായി കബളിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സർക്കാരിനെ ജനം തിരിച്ചറിഞ്ഞതും ഭരണവിരുദ്ധ വികാരം എന്തെന്ന് ജനത്തിന് മനസ്സിലാക്കി നൽകുവാൻ രാപ്പകലില്ലാതെ പണിയെടുത്തതുമായ ഇങ്ങനെയുള്ളവരെ സൗകര്യപൂർവ്വം ചിലർ മറക്കുകയാണ്. വിജയത്തിൻ്റെ ക്രെഡിറ്റ് പങ്കെടുക്കുന്നതിൻ്റെ തിരക്കിനിടയിൽ ഇവരെ ഒന്ന് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ.